മാറ്റം വേണമെന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ. മോഹം വച്ച് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ ഒരു മാറ്റം വേണമെന്നാണ് വിനീതയുടെ അഭിപ്രായം, അല്ലേ? ശബരി അതിനോട് യോജിക്കുന്നുണ്ടോ? എന്താണ് ഈ മുതിർന്ന നേതാക്കളാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് പറയുന്നു, മോഹം വേണം എന്ന് സുജാത മാഡം പറഞ്ഞു. മോഹം വേണം, മോഹം വേണമെന്ന് പറയുമ്പോഴും ഞാൻ പറയുന്നു അതിമോഹം പാടില്ല. മോഹം നല്ലതിന് വേണ്ടിയിട്ടാകണം. ഒരു നാടിനെ ഏറ്റവും നന്നായി സെർവ് ചെയ്യാൻ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു വലിയ ലക്ഷ്യത്തോടെയാണല്ലോ അവർ പ്രവർത്തനത്തിൽ വരുന്നത്. പുതിയ ഒത്തിരി കുട്ടികൾ ഇരിപ്പുണ്ട്, പുതിയ തലമുറ വരുന്നത് എങ്ങനെയാണ്? അവർ ഏറ്റവും നന്നായി ജനങ്ങൾക്ക് വേണ്ടി നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കണമെന്ന മോഹത്തോടെ വരണം. അവിടെ അതിമോഹം പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ പ്രവർത്തനം പാതി വഴിയിൽ എത്തുമ്പോൾ ഈ മോഹം അതിമോഹത്തിലേക്ക് കടക്കുന്നതാണ് നമ്മൾ പല ഘട്ടത്തിലും കാണുന്നത്. അത് ശക്തമായി ഞാൻ എതിർക്കുന്നു. കാരണം അതിമോഹം വരുമ്പോഴാണ് വഴി വിട്ടു പോകുന്നത്. അതിമോഹം വരുമ്പോഴാണ് എന്തുകൊണ്ട് എന്നെ തുടർച്ചയായിട്ട് മത്സരിപ്പിക്കുന്നില്ല, അങ്ങനെ മത്സരിപ്പിക്കാതെ വരുമ്പോൾ എന്നാൽ പിന്നെ ഞാനൊന്ന് അപ്പുറത്തോട്ട് പോകാം, അല്ലെങ്കിൽ എന്നെ അവർ പരിഗണിച്ചില്ല, ഞാനിതെല്ലാം ഇവിടെ നിർത്തി. നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ പിന്നൊരു കൊതിക്കറിവൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, എന്ത് പറഞ്ഞാലും ഞാനിവിടെ വിട്ടുപോകുന്നു എന്നുള്ള കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അതൊരു തരത്തിലും ഉണ്ടാവാൻ പാടില്ല. അത് മാറ്റാൻ എന്ത് ചെയ്യാം എന്നത് ഒരു പക്ഷേ യുവ രാഷ്ട്രീയക്കാരനായ ശബരിനാഥൻ അറിയുമായിരിക്കും. അല്ലാതെ രാഷ്ട്രീയത്തിൽ നേരത്തെ ചോദിച്ചൊരു കാര്യം, ഈ സീനിയേഴ്സ് എല്ലാം മാറണ്ടേ എന്നുള്ളത്, ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുന്ന ഒരാളല്ല. കാരണം നമ്മൾ ഇന്ത്യൻ പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ, കേരള പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ, നമുക്കൂടി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ നവീനമായിട്ടുള്ള ആശയങ്ങൾ പറയുന്ന പ്രായമുള്ള ആളുകളൊക്കെയുണ്ട്. അപ്പം ചെറുപ്പക്കാർ വന്നാൽ ഉടനെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് പൂർണ്ണമായും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്കൊരു ഹെൽത്തി മിക്സ് ഉണ്ടാകണം. അങ്ങനെ പൊളിറ്റിക്സിൽ ഗ്രാജുവലി കൂടുതൽ ചെറുപ്പക്കാർ വരണം, കൂടുതൽ വിദ്യാസമ്പന്നരായിട്ടുള്ള നമ്മുടെ ഒരു ലീനേജ് ആലോചിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ രാഷ്ട്രീയത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഇന്ത്യയെ വളർത്തിയെടുത്ത നേതാക്കൾ അക്കാലത്തെ ഏറ്റവും ഹൈലി പ്രൊഫഷണൽ ആളുകളായിരുന്നു. ഗാന്ധിജി, നെഹ്റു, അംബേദ്കർ. ഇന്ത്യ വിട്ട് വെളിയിൽ പോയി ആദ്യം PhD എടുത്ത് വന്ന, ലോയിൽ പഠിച്ചു വന്ന ആളാണ് ഡോക്ടർ അംബേദ്കർ. ഇന്ന് നമ്മൾ കാണുന്ന ആളുകളെക്കാളും ഏറ്റവും ഹൈലി ദ ക്രീം ഓഫ് ദ കൺട്രിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. കേരളത്തിൽ നിങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള ആളുകളാകേണ്ടത് നോക്കൂ, എല്ലാ പാർട്ടിയിലുമുണ്ട് ആ സമയത്തുള്ള ആ തലമുറയിലെ ആളുകൾ. അവരൊക്കെ ഹൈലി ക്വാളിഫൈഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഒരു 40-50 ശേഷം ഉള്ള ഒരു സമയത്താണ് നല്ല ഈവൻ 60s കൂടുതൽ ഇത്രയും മിടുക്കനായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ നിന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 60s 70s ശേഷം നമ്മൾ കൂടുതൽ ഒരു മധ്യവർഗ സമൂഹമായി വളർന്നു തുടങ്ങിയപ്പോഴാണ് നല്ല കുടുംബത്തിലെ ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെ പോകേണ്ട, രാഷ്ട്രീയത്തിൽ പോയാൽ വഴിവഴിച്ച് പോകും. അത് ഇനി പൊളിറ്റിക്കൽ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഒരു 40 വർഷത്തെ ഒരു മാറ്റമാണ്. എനിക്ക് തിരിച്ചത് ആ സ്പേസ് നിങ്ങളെപ്പോലെ മിടുക്കരായിട്ടുള്ള ആളുകൾ റീക്ലെയിം ചെയ്യേണ്ടതാണ്. ആ റീക്ലെയിം ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സിൽ എന്നെപ്പോലത്തെ രാഷ്ട്രീയക്കാർക്കും വർക്കുണ്ട്. കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ, അവരുടെ ആശയങ്ങൾ വരികയാണെങ്കിൽ അത് തടുത്തു നിൽക്കാൻ പറ്റത്തില്ല. പല രാജ്യങ്ങളിലും കണ്ടതാണ്. അത് പറയുമ്പോഴും ഞാൻ മറിച്ചൊരു കാര്യം പറയുന്നത്, ഈ പറഞ്ഞ ആഘോഷിക്കപ്പെട്ട പല ചെറുപ്പക്കാരും പുതിയ ആളുകളും, നിങ്ങൾ പറഞ്ഞ സ്കാൻഡിനേവിയൻ ഉദാഹരണങ്ങൾ ഉൾപ്പെടെ, ഇപ്പം ന്യൂസിലാൻഡിലെ ജസന്ത് ആൽഡറിൻ്റെ ഉദാഹരണം ഉൾപ്പെടെ, അല്ലെങ്കിൽ നമ്മളൊക്കെ പുകഴ്ത്തിയ നമ്മുടെ UK പ്രൈം മിനിസ്റ്ററായി വന്ന ഋഷി അടക്കം, അവരുടെ ഒരു വിളവെടുപ്പ് നടക്കുമ്പോൾ ഇത് അമേരിക്കയെ പോലെ ആളുകൾ ട്രംപായിരുന്നു ഭേദം പറഞ്ഞ് വോട്ട് ചെയ്തു. UK പോലും ഈ പറഞ്ഞ ചെറുപ്പക്കാരെക്കാളും പഴയ ഒരു എക്സിസ്റ്റിംഗ് സംവിധാനമാണ് ശരിയാവെന്ന് പറയുന്നത്. ഈവൻ ഇന്ത്യയിൽ പോലും ഇപ്പോൾ എക്സിറ്റ് പോൾ പ്രകാരം രാഷ്ട്രീയം പറയുകയില്ല, കേജ്രിവാളിനേക്കാളും ഭേദം പ്രത്യയശാസ്ത്രാടിസ്ഥാനത്തിലുള്ള പല ലെഫ്റ്റ് ഓർ റൈറ്റ് രാഷ്ട്രീയമാണെന്നൊരു മറുപടിയിലേക്ക് വരികയാണ്. എനിക്ക് പറയുവാനുള്ളത്, കൂടുതൽ ചെറുപ്പക്കാർ വരണം, കൂടുതൽ ചെറുപ്പക്കാരുടെ ആശയങ്ങൾ വരണം. പ്രായമുള്ള ആളുകൾ അതൊരു ഞാൻ കണക്ട് ചെയ്യും. മോഹം ഉണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ആവത്തുള്ളൂ. അത് രാഷ്ട്രീയക്കാരാണ്, ഉദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ. എനിക്കിന്നും ഐ ഹാവ് ടു സ്റ്റേ റെലവൻറ്റ് എന്നൊരു മോഹമുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരൻ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തിൽ. ഇപ്പം ഞാൻ ചാനൽ ചർച്ചയ്ക്ക് അധികം പോകാറില്ല. ഞാൻ വളരെ സെലക്റ്റീവ് വിഷയങ്ങളിലേ പോകത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ഒരു പ്രോഗ്രാം ഒരാളെന്നോടൊന്ന് പറഞ്ഞു, ഇപ്പം എന്നെപ്പോഴത്തെ ചെറുപ്പക്കാർ രാഷ്ട്രീയക്കാർ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലുള്ള ആൾക്ക് അറിയാവുന്ന ഒരാൾ വന്നു പറഞ്ഞു, സാറിനെ കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഈ ചാനൽ ചർച്ച കുറച്ചു, വെറുതെ എപ്പോഴും വേറെ ഉണ്ടാക്കും. ഞാൻ വിഷയങ്ങൾ സെലക്ട് ചെയ്ത് ഞാൻ മാസത്തിൽ 2-3 ചർച്ചയ്ക്ക് പോകും. അല്ല സാറിനെ കാണുന്നില്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തുണ്ട്, എൻ്റെ മണ്ഡല രംഗത്തും രാഷ്ട്രീയപരമായ പാർട്ടിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ സാറിനെ ചാനലിൽ കാണുന്നില്ല.
അപ്പം സഹോദര ചാനലിൽ കാണുന്ന മാത്രമല്ല രാഷ്ട്രീയം അതിൻ്റെ പാർട്ടാണ്. അപ്പം ഉറപ്പാണ് CS സുജാത വളരെ ശക്തിയായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പം ഗ്രൗണ്ടിൽ വർക്കുകയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ ചാനൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഔട്ട് ഓഫ് സ്റ്റേജ് ആയെന്ന് പറയുന്ന രീതിയിൽ എത്തുമ്പോൾ ഇതാണ് ഞാൻ നേരത്തെ മോഹവുമായി കണക്ട് ചെയ്യാൻ ശ്രമിച്ചതും. അതായത് പതിവായി എന്നെ കണ്ടില്ല എങ്കിൽ ആൾക്കാർ മറന്നു പോകും. അപ്പോൾ പിന്നീട് ഒരു രാഷ്ട്രീയത്തിൽ ഒരു പദവിയിലേക്ക് വരുന്ന സമയത്ത് ആൾക്കാർക്ക് ഓർക്കണമെങ്കിൽ ഞാനെന്ന മുഖം വേണം. അതൊരു സെൽഫ് മാർക്കറ്റിങ്ങിലൂടെ കൊണ്ടുവരുന്ന മനുഷ്യർ ഒരുപാടുള്ള കാലമാണ്. അതിനെ നമ്മൾ ഈ പറഞ്ഞ ഉദ്ദേശ ശുദ്ധിയോടെ ഉള്ള ഒരു മോഹം എന്ന് എങ്ങനെ പറയാനാവും? അതെ, ഞാൻ ആ കാര്യത്തിൽ വളരെ ക്ലിയർ ആണ്. ഇപ്പം ഐ ഹാവ് ടു ബി ഇൻ ദ ലൈം ലൈറ്റ് ഓൾവേസ് എന്നുള്ളൊരു അത്യഹങ്കാരം ആവശ്യം എനിക്കില്ല. ഞാൻ ചാനലുള്ളപ്പോൾ ഉണ്ട്, അല്ലാത്തപ്പോൾ ഉണ്ട്. ഐ ഡു മൈ റീഡിങ്, ഞാൻ എൻ്റെ വർക്ക് നടത്തുന്നു, സൈലൻ്റായിട്ട് പോകുന്നു. ഇവരുടെ തലമുറയിലെ ആളുകൾക്ക് അതിനേക്കാൾ വലിയ പ്രശ്നമുണ്ട്. എത്രയോ മുതിർന്ന ആളുകൾ, ഇപ്പം എനിക്ക് തന്നെ ആലോചനയുണ്ട്, കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഒക്കെയുള്ള ഇപ്പം പല നിയമങ്ങളും ഉണ്ടാക്കി അതിപ്രഗത്ഭർ, അവരെ കാണാത്തപ്പം ആളുകൾക്ക് പുതിയ തലമുറ ആളുകൾക്ക് അറിയില്ല. അത് വല്ലാത്തൊരു വിഷമമാണ്. അത് പെട്ടെന്ന് ലോട്ട് ഓഫ് പീപ്പിൾ ക്യാൻ റിലേറ്റ് ടു ദാറ്റ്. അപ്പം അതുകൊണ്ട് ഈ ഒരു എപ്പോഴും റെലവൻ്റായി നിൽക്കണം എന്നുള്ളതും ഒരു അതിമോഹമാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് മോഹമല്ല. എപ്പോഴും ഞാൻ റെലവൻ്റായി, ഞാൻ 24 hours ഈ മീഡിയ സ്ക്രൂട്ടനിയിലും ഇന്നത്തെ കാലത്തിൽ ജനങ്ങൾക്കിടയിൽ നിൽക്കണം എന്നുള്ള ഒരു അതിമോഹം ചിലപ്പോൾ ആളുകളെ പല രീതിയിൽ കൊറപ്റ്റ് ആക്കുന്നുണ്ട്. ഈ അതിമോഹം ഒരു ലഹരിയായി പലർക്കും ബാധിക്കപ്പെടാറുണ്ട്. അങ്ങനെ ഒരു ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നാൽ പോലും താങ്ങാനാവാത്ത ഒരുപാട് പേര് നമ്മുടെ ഇടയിലുള്ളത് കൊണ്ടാണ് ഈ വിഷയത്തിന് ഇവിടെ പ്രസക്തിയുള്ളത്.